ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രം. അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേരളവും 26-ന് ബൂത്തിലേക്ക്. സ്വന്തം രീതിയിൽ വായിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക പുസ്തക ദിനം. അടുത്ത 4 ദിവസങ്ങളിൽ കിഴക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഏഷ്യൻ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം തുലിക മാൻ സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഋഷികേശിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഇന്ന് നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഋഷികേശിലെ പരമാർത്ഥ് ആശ്രമത്തിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. നാളെ ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രൊബേഷണർമാരുടെ ബിരുദദാന സമ്മേളനത്തിൽ ശ്രീമതി മുർമു അധ്യക്ഷത വഹിക്കും. ഈ മാസം 26-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കൊട്ടിക്കലാശം നാളെ. അവസാനഘട്ട പ്രചാരണ ചൂടിലാണ് മുന്നണികൾ. വോട്ടെടുപ്പിന് മുൻപുള്ള മണിക്കൂറുകളിൽ പരമാവധി വോട്ട് ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. കേരളത്തിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ചെങ്ങന്നൂരിലും വയനാടും പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി VK സിംഗ് ആലുവയിൽ പ്രചാരണം നടത്തിയിരുന്നു. LDF-ന് വേണ്ടി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കാസർഗോഡും ബൃന്ദ കാരാട്ട് പത്തനംതിട്ടയിലും പൊതുപരിപാടിയിൽ പങ്കെടുത്തു. നാളത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞാൽ വോട്ടെടുപ്പ് ദിനം വരെ നിശബ്ദ പ്രചാരണമാണ്. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. ഗുജറാത്തിൽ ആകെ 266 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും മറ്റ് എതിരാളികൾ പിൻവാങ്ങുകയും ചെയ്തതോടെ സൂറത്തിൽ BJPയുടെ മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ 18ാം ലോക്സഭയിലെ ആദ്യ MPയായി മുകേഷ് ദലാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഗുജറാത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. 24 സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. മെയ് 7-നാണ് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ്. കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും 3ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശിൽ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന 8 പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ബാമിംഗ്, ന്യാപിൻ, റുക്കോങ്, നാച്ചോ എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ അക്കോലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. ഇവിടെ സിറ്റിംഗ് MP സഞ്ജയ് ദോത്രയുടെ മകൻ അനൂപ് ദോത്രയാണ് BJP സ്ഥാനാർത്ഥി. കോൺഗ്രസിനു വേണ്ടി അഭയ് പാട്ടീലും മത്സരിക്കുന്നു. ആകെ 17 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 26-നാണ് വോട്ടെടുപ്പ്. നാളെ അമരാവതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ വടക്കു തെക്കു മേഖലകൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കിയെന്നാരോപിച്ച് BJP പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകി. ഭാഷയുടെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ശ്രീ രാഹുൽ ഗാന്ധി ശ്രമിച്ചതെന്ന് കമ്മീഷനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ BJP നേതാവ് തരുൺ ചുഗ് പറഞ്ഞു. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ശ്രീ മോദിയുടെ പരാമർശം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. ബീഹാർ, പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക കൂടി കോൺഗ്രസ് പുറത്തിറക്കി. ബീഹാറിലെ 5ഉം പഞ്ചാബിലെ 2ഉം സ്ഥാനാർത്ഥികൾ ഇതിൽ ഉൾപ്പെടുന്നു. ബീഹാറിലെ സംസാരമിൽ മനോജ് കുമാറും മുസാഫർബാദിൽ അജയ് നിഷാദും മത്സരിക്കും. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ യാമിനി ഗോമറും സഹോക്കയിൽ അമർജിത് കൌറുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയത്. ഉത്തർപ്രദേശിൽ പൊതു തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക സമാജ്വാദി പാർട്ടി പുറത്തിറക്കി. കനൌജ് മണ്ഡലത്തിൽ നിന്ന് തേജ് പ്രതാപ് യാദവ് മത്സരിക്കും. സനാതൻ പാണ്ഡെ ബല്ലിയ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കനൌജിൽ നിന്നും മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ആകെ 132 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യം ഉൾപ്പെടെ 5 പേർക്കാണ് പത്മവിഭൂഷൺ. 17 പത്മഭൂഷൺ, 110 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 2 പത്മഭൂഷൺ ഉൾപ്പെടെ കേരളത്തിൽ 8 മലയാളികൾ പുരസ്കാരത്തിന് അർഹരായി. ഇന്ന് ലോക പുസ്തക ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി യുനെസ്കോ ആചരിക്കുന്നത്. സ്വന്തം രീതിയിൽ വായിക്കുക എന്ന പ്രമേയത്തിൽ ഊന്നിയാണ് ഈ വർഷത്തെ ദിനാചരണം. കുട്ടികൾ എന്തു വായിക്കണം എന്ന തീരുമാനം അവർക്ക് തന്നെ നൽകുക എന്നതാണ് പ്രമേയം ലക്ഷ്യം വെക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തും വഴികാട്ടിയും പുസ്തകങ്ങളാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പുസ്തകദിനം. വിശ്വസാഹിത്യത്തിലെ അതികായരായ ഷേക്സ്പിയറുടെയും സെർവാന്റസിന്റെയും ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. ഈ മഹാന്മാരോടുള്ള ആദരസൂചകമായാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കാൻ 1995 യുനെസ്കോ പൊതുസമ്മേളനത്തിൽ തീരുമാനിച്ചത്. സ്പെയിനിലാണ് ആദ്യമായി ഈ ദിനം പുസ്തക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. സ്പാനിഷ് എഴുത്തുകാരനായിരുന്ന മിഗ്വൽ ദെ സെർവാന്റസിന്റെ ചരമദിനം 1923 ഏപ്രിൽ 23 ആയതിനാലാണ് സ്പെയിനിൽ ഈ ദിവസം പുസ്തക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. പിന്നീടാണ് യുനെസ്കോയും ദിനാചരണത്തിന് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ലോക പുസ്തക പകർപ്പവകാശ ദിനമായി കൂടി ഏപ്രിൽ 23 ആചരിക്കുന്നു. പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പുസ്തക പ്രസാധനത്തെയും പകർപ്പവകാശത്തെയും സംരക്ഷിക്കുക എന്നതുകൂടി ഈ ദിനത്തിന്റെ സന്ദേശമാണ്. വായനയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യവും യുനെസ്കോ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അടിസ്ഥാന സൌകര്യങ്ങളുടെ പുനരുദ്ധാരണം കേന്ദ്രീകരിച്ചുള്ള പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിന് ഇന്ത്യയിലെയും അമേരിക്കയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ സാമന്ത പവർ. വാഷിംഗ്ടണിൽ നടന്ന കൊയിലീഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമിട്ട് വിർജീനിയ ടെക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ സർവകലാശാലകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. അടുത്ത 4 ദിവസങ്ങളിൽ കിഴക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുമെന്നും നാളെ മുതൽ മേഖലയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടക, ഒഡീഷ, കിഴക്കൻ ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നാളെ വരെ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഈ മാസം 26 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം തുലിക മാൻ സെമി ഫൈനലിൽ കടന്നു. ഏഷ്യാഡ് ചാമ്പ്യനായ ദക്ഷിണ കൊറിയയുടെ കിം ഹയൂണിനെയാണ് തുലിക ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത്. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ഒഡീഷ FC ATK മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 9 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയം. 180 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസ് 18.4 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 183 റൺസ് എടുത്ത് ലക്ഷ്യം മറികടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രം. അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേരളവും 26 ബൂത്തിലേക്ക്. സ്വന്തം രീതിയിൽ വായിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക പുസ്തക ദിനം. അടുത്ത 4 ദിവസങ്ങളിൽ കിഴക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഏഷ്യൻ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം തുലിക മാൻ സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.